പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് ഫാദർ വിൽസൺ മാത്യു. ഈ ദിവസങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ വെലങ്ങാട് സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ വികാരി അച്ഛനാണ്. വെലങ്ങാടിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരിക അതിസുന്ദരമായ അതിരമണീയമായ മലകളാലും പച്ചപ്പുകളാലും ചെറിയ പുഴകളാലും തിങ്ങി നിറഞ്ഞ വളരെ വശ്യസുന്ദരമായ ഒരു നാടാണ്. ഞങ്ങളുടെ നാടിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നദിയായ മയ്യഴി പുഴയുടെ ആരംഭം ഈ മലങ്കെട്ടുകളിൽ നിന്നുമാണ്. ഈ പ്രദേശത്താണ് ജൂലൈ 29 പാതിരാത്രി അതിഭീകരമായ നാശം വിതച്ചുകൊണ്ട് ഉരുൾപൊട്ടലുകളും പ്രളയവും ഉണ്ടായത്. ഒരു മനുഷ്യായുസിന്റെ അധ്വാനമാണ് രാത്രി 12 മണിയോടുകൂടി ആരംഭിച്ച് പുലർച്ചെ 6 മണിയോടുകൂടി അവസാനിച്ച ആ വലിയ ഉരുൾപൊട്ടലിലും പ്രളയത്തിലുമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നഷ്ടമായത്. ഇതിന് നഷ്ടം പറയുക അസാധ്യമാണ്. അത്രയ്ക്ക് വലിയ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കർഷകരായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ആയുസിന്റെ അധ്വാനം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് അത് ഒലിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എത്രയോ ഭീകരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഈ നാടിന്റെ വളരെ പ്രിയപ്പെട്ടവനായ മാത്യു മാഷ് എന്ന് പറഞ്ഞ റിട്ടയർഡ് അധ്യാപകൻ. അദ്ദേഹം രാത്രിയിൽ ജനങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങളെപ്പറ്റി അറിയിക്കുവാനായിട്ട് പോകുന്ന വഴിയുള്ള കുത്തൊഴുക്കിൽപ്പെട്ട് അദ്ദേഹം അപ്രത്യക്ഷമാകുകയായിരുന്നു ചെയ്തത്. ഇവിടെ ഈ വലിയ ഉരുൾപൊട്ടലിൽ നശിച്ചുപോയത് 11 വീടുകൾ നിശേഷം അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. 11 വീടുകൾ അപ്രത്യക്ഷമായി, 24ഓളം ഭവനങ്ങൾ ഭാഗികമായിട്ട് തകരുകയും താമസയോഗ്യമല്ലാതെയായി തീരുകയും ചെയ്തു. 124ഓളം വീടുകൾ അല്ലാത്തത് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. അതിൽ പകുതിയോളം വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള വീടുകളിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ സമയത്ത് സുരക്ഷിത മേഖലകളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എത്രയോ ഭീതിജനകമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വസ്ഥമായി, ശാന്തമായി, സമാധാനമായി കുടുംബത്തിലെല്ലാവരും കൂടെ ഒന്നിച്ച് ഒന്ന് ഉറങ്ങുക, അതിപ്പോൾ ഈ ഉരുൾപൊട്ടലോടുകൂടി ഈ മഴക്കാലത്ത് അസാധ്യമായി തീർന്നിരിക്കുകയാണ്. ഇവിടേക്കുള്ള റോഡുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി. 9 പാലങ്ങൾ ഒലിച്ചു പോവുകയുണ്ടായി. അങ്ങനെ ഇവിടെ ഒരു വലിയ സർവനാശമാണ് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ഏകദേശം 430 ഏക്കർ ഭൂമിയോളം ഈ ഉരുൾപൊട്ടലിലും മണ്ണ് ഒലിപ്പിലും പ്രളയത്തിലുമായിട്ട് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം. പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വെലങ്ങാട് ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയിലായിരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രത്യേകമായ സഹായ സഹകരണങ്ങൾ വെലങ്ങാടിനെ പഴയ വെലങ്ങാടിന്റെ രീതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരോടും പ്രത്യേകമായിട്ട് ഞങ്ങളെ പഴയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകമായിട്ട് സാമ്പത്തികമായ രീതിയിലും ഭൗതികമായ രീതിയിലും എല്ലാ തരത്തിലും സഹായിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടുകൂടി ഫാദർ വിൽസൺ മുട്ടത്തുകുന്ന്, സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വികാരി, വിലങ്ങാട്.